മെജോറിറ്റി ആൾക്കാർ കാണുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഷാഡോ പോലത്തെ ഒരു. അപ്പോൾ അവള് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ഈ സ്ലീപ്പ് പാരാലിസിസ് അവൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള. പറയാ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കൈ അനക്കാൻ പറ്റുന്നില്ല, തല നീക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യം ഇവളത് കാണും തോറും ഇതിന്റെ പ്രോഗ്രഷൻ കൂടിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഇതൊരു ശരിക്കും ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഈ സ്ലീപ്പ് പാരാലിസിസ്. ശരിക്കും ഇതിന് നമ്മൾ പറയാം ന്യൂറോളജിക്കൽ ഗ്ലിച്ച് എന്നാ പറയാ. നമ്മള് ബ്രെയിനിന്റെ ഒരു ഗ്ലിച്ച് ഉണ്ടാകുന്നതാണ്. അത് പൊസസ് ചെയ്തു, ഗോസ്റ്റ് പൊസസ് ചെയ്തിട്ടാണ് ഇവർക്ക് അനങ്ങാൻ പറ്റാത്തത് എന്നൊക്കെ. നിങ്ങളിപ്പോ ഉറങ്ങണ സമയത്ത് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവാണ്, എന്താണ് നമ്മളെ മൈൻഡ് ആക്റ്റീവ് ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ണ് മൂവാൻ പറ്റുന്നുണ്ട്, പക്ഷെ കാലനക്കാൻ പറ്റുന്നില്ല, കൈ അനക്കാൻ പറ്റുന്നില്ല. മെന്റലി നമ്മൾ ആക്റ്റീവാ. നമ്മളിങ്ങനെ കിടന്നുറങ്ങുക. ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ് സ്ലീപ്പ് പാരാലിസിസ് എന്നതിന് പറയാം. സ്ലീപ്പ് പാരാലിസിസ് സംഭവം എന്താ വെച്ചാൽ നമ്മള് പെട്ടെന്ന് ഉറങ്ങി നീക്കുമ്പോ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എണീറ്റ് നിൽക്കും, നമ്മളെ കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നും മൂവ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കണ്ണ് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ ചില മെജോറിറ്റി ആൾക്കാർ കാണുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഷാഡോ പോലത്തെ ഒരു ഹാറ്റ്മാൻ എന്നാ പറയാ. ഷാഡോ ആയിട്ടുള്ള ഒരാള് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന കുറെ ഒരു രൂപം കാണുന്നത് ഭയങ്കര ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് സംഭവം അത്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഒരു ആരിയാന ഡേവിസ് എന്ന് പറഞ്ഞ ന്യൂയോർക്കില് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ അല്ല, കുട്ടിയാണ്, 17 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവള് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ഈ സ്ലീപ്പ് പാരാലിസിസ് അവൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതിനെ ഒരു റെഫറൻസ് യൂസ് ചെയ്തിട്ട് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അവള് ഇതേപോലെ എന്താ പറയുക 17 വയസ്സുള്ള കുട്ടിയാണ്, നല്ലൊരു കുട്ടിയാണ്, എല്ലാം പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവളിങ്ങനെ കോളേജിലൊക്കെ ഇങ്ങനെ എന്താ പറയുക എക്സാമൊക്കെ വന്ന് അവളിങ്ങനെ കുറേ രാത്രി കുറേ ലേറ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സും ഉണ്ട്, ആ ഒരു എക്സാമിൻ്റെ ലേറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ അവൾ എന്ത് ചെയ്തു, ഒരു ദിവസം ബെഡിൽ കിടന്നുറങ്ങുകയാണ്. അപ്പം കിടന്നുറങ്ങി ഒരു 6:50 ആ ടൈമൊക്കെ ആയപ്പോൾ രാവിലെ ഏർലി മോർണിംഗ്, രാത്രിയാണ് സമയം, ഏർലി മോർണിംഗിൽ എന്ത് ചെയ്ത് അവൾ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ അവൾക്ക് എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കൈ അനക്കാൻ പറ്റുന്നില്ല, തല നീക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ സംസാരിക്കാൻ പറ്റുന്നില്ല, ഫുൾ ബോഡി പാരലൈസ്ഡ് ആയ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. പക്ഷെ അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് പാർട്ട് അതല്ല. അവൾ നോക്കുമ്പോൾ ഒരു വൈറ്റ് ഒരു എന്താ വെച്ചാൽ ബ്ലാക്ക് ഹാറ്റ്മാൻ എന്നാണ് അവൾ പറയുന്നത്. അവൾ എക്സ്പീരിയൻസ് ചെയ്തൊരു വലിയൊരു തൊപ്പിയിട്ടൊരു ആള് അവിടെ ഫ്രണ്ടിൽ അവളെ നോക്കി വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അവൾ ആ ടൈമിൽ ഫീൽ ചെയ്തു. പിന്നെ അവൾ ആകെ ടെൻഷനായി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾക്ക് പിന്നെ സ്ലീപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. പിന്നെ കുറെ മാസങ്ങളോളം പിന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തില്ല. പക്ഷെ വേറൊരു ദിവസം അവൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താ ലൈക്ക് ഒരു പെട്ടെന്ന് ലൈക്ക് ഇങ്ങനെ ഫുഡ് പ്രോപ്പറായിട്ട് കഴിച്ചില്ലെങ്കിൽ, ഇന്ന സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ കുറെ എന്തെങ്കിലുമൊക്കെ ഓവർ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇവളിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഇവര് സെയിം സാധനം തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോൾ എന്താ കാണുന്നത്, ലൈക്ക് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു രൂപം അവളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഓരോ പ്രാവശ്യം ഇവളത് കാണും തോറും ഇതിന്റെ പ്രോഗ്രഷൻ കൂടിക്കൊണ്ടിരിക്കുക. ആദ്യം അവൾ അവിടെ കുറച്ച് ദൂരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അവൾ കാണുമ്പോൾ കുറച്ചും കൂടി അടുത്തായി തുടങ്ങി. പിന്നെ അവൾ ശരിക്കും അവളെ മേത്തിലോട്ട് വരാൻ തുടങ്ങി, അവൾ ഇങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ എന്താ സംഭവം അവൾ കുറേ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ ഇത് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുറേ ആയി ഇതിങ്ങനെ അവൾക്കിങ്ങനെ പേടി വരാൻ തുടങ്ങി. ചെറിയ കുട്ടിയാണല്ലോ, 17 വയസ്സേ ഉള്ളൂ, പേടിയാൻ തുടങ്ങി. അവളെ അമ്മനോടും പാരന്റ്സിനോടൊക്കെ പറയാൻ തുടങ്ങി. പാരന്റ്സ് പറഞ്ഞാൽ ജസ്റ്റ് എന്തെങ്കിലും പേടി സ്വപ്നം കാണായിരിക്കും, അങ്ങനത്തെ ഒന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞത് അത് ചിലപ്പോൾ പ്രേതമായിരിക്കും, പ്രേതം കണ്ട് പേടിക്കുന്നതാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പറയാ, അങ്ങനെ അവൾ ആകെ സ്ട്രെസ്ഡ് ആയി. ഇത് നിൽക്കുന്നില്ല, ഇത് കണ്ടിന്യൂസ് ആയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവളെല്ലാം ഹോണ്ടഡ് ആയിക്കൊണ്ടിരിക്കുക, ഇവൾക്ക് എല്ലാം പേടിയായി. അങ്ങനെയാണ് ഇവളൊരു ലൈക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്, ഒരു സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ ആ ഡോക്ടർ കണ്ടുപിടിച്ച് ഡയഗ്നോസ് ചെയ്തൊരു സംഭവമാണ് ഈ സ്ലീപ്പ് പാരാലിസിസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ചിലപ്പോൾ ഞാൻ അങ്ങനെ കഥ ഉണ്ടാക്കി പറയാം, പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊരു ശരിക്കും ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഈ സ്ലീപ്പ് പാരാലിസിസ്. ഈ ഹാറ്റ്മാൻ കാണുന്നതും അതുപോലെ ഈ ബ്ലാക്ക് രൂപം കാണുന്നതൊക്കെ ശരിക്കും ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ സ്ലീപ്പ് പാരാലിസിസിനെ കുറിച്ച്, ഈ സ്ലീപ്പ് പാരാലിസിസ് കുറെ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് അതൊന്നും തുറന്ന് പറയില്ല, ചിലപ്പോൾ പേടിയായിട്ടായിരിക്കാം. പക്ഷെ അത് ഭയങ്കര ഒരു എന്താ പറയാ വൃത്തിയായിട്ടൊരു ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ. നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ കൈ അനക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല, കണ്ണ് മാത്രം മൂവ് ചെയ്യാം, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, ആണ് അതിന്റെ ഒരു ഇത്. അപ്പൊ അങ്ങനെ ഉള്ളൊരു കേസാണ് ഈ സ്ലീപ്പ് പാരാലിസിസ് പറയുന്നത്. അത് ശരിക്കും അതിന്റെ സയൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മള് ഡീപ്പ് സ്ലീപ്പ് കാണല്ലോ. അതായത് ഡീപ്പ് സ്ലീപ്പ് പറഞ്ഞാല് ഡീപ്പ് സ്ലീപ്പില് കണ്ണ് നല്ലോണം മൂവ് ചെയ്യും. അതായത് നമ്മൾ ഉറങ്ങുന്ന ഒരാളെ ശ്രദ്ധിച്ച് നമുക്ക് അറിയാൻ പറ്റും, കണ്ണ് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ.
ആ ഒരു സംഭവമാണ് ഡീപ്പ് സ്ലീപ്പ്. അതായത് ഡീപ്പ് സ്ലീപ്പിൽ എന്തുണ്ടാവും, ഇവരെ മൈൻഡ് ആക്റ്റീവ് ആവും. ശരിക്കും ഡീപ്പ് സ്ലീപ്പിൽ നമ്മുടെ മൈൻഡ് ആക്റ്റീവ് ആണ്, ബോഡി ഇനാക്റ്റീവ് ആണ്. അതാണ് നമ്മൾ ഈ സ്വപ്നം കാണുന്നത് കൊണ്ടാണ്. ആ ടൈമിലാണ് ഈ എന്തുണ്ടാവുന്നത്, ഈ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാവുന്നത്. സ്ലീപ്പ് പാരാലിസിസ് പക്ഷെ മറ്റേലുണ്ടാവില്ല, ഏത് സ്വപ്നം കാണാത്തതിൽ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഒരു രൂപം കാണുന്നത്. ചില ആൾക്കാർക്ക് പല ടൈപ്പ് സംഭവങ്ങളായിരിക്കും ഹാലുസിനേഷൻ ഉണ്ടാവുന്നത്. ശരിക്കും അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. അത് ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ അത് സ്ട്രെസ് ഫാക്ടേഴ്സ്, ആങ്സൈറ്റി, പിന്നെ വർക്ക് ലോഡ് കാര്യങ്ങള്, പിന്നെ കഫീന്റെ ഇൻടേക്ക് കൂടിയാലും ഉണ്ടാവും പറയുന്നുണ്ട് ഇപ്പോൾ. അതായത് കോഫി കുടിച്ചു കഴിഞ്ഞാലോ കഫീൻ ആണല്ലോ വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ലീപ്പ് പാരാലിസിസിന് ട്രിഗർ ചെയ്യുന്നത് പറയുന്നത്. ഈ സ്ലീപ്പ് പാരാലിസിസ് അപ്പൊ നമ്മൾ കുറെ ആൾക്കാര് എന്താ പറയാ, ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് സംഭവം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു സ്റ്റോറിയാണ്, അല്ലെങ്കിൽ എന്താ പറയാ തമാശ ഇങ്ങനെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെയാണ്. പക്ഷെ എന്താ ശരിക്കും ഇതിന് നമ്മൾ പറയാം ന്യൂറോളജിക്കൽ ഗ്ലിച്ച് എന്നാ പറയാ. നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഗ്ലിച്ച് ഉണ്ടാകുന്നതാണ്. അപ്പൊ ചിലപ്പോൾ ചില ആൾക്കാര് എന്താ പറയാ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഹാറ്റ്മാനാ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ വേറെ എന്തെങ്കിലും രൂപത്തിൽ കാണുന്നുണ്ടാവുക. പക്ഷെ അത് ശരിക്കും ഒരു ഉള്ള സംഭവമാണ്. എങ്ങാനും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ശരിക്കും പ്രേതം വന്നതാണ് അല്ലെങ്കിൽ ജിന്ന് വന്നതാണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേൾഡിൽ അറൌണ്ട് 39 to 30% ആൾക്കാർ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ഈ സ്ട്രെസ് ഫാക്ടർ കാരണം കൊണ്ടും അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും സ്ലീപ്പ് സൈക്കിളൊക്കെ മാറുമ്പോൾ ഈ ഒരു ഗ്ലിച്ച് ബ്രെയിനിൽ ഉണ്ടാവുന്നുണ്ട് എന്നാണ് കുറെ റിസർച്ചുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എങ്ങാനും നിങ്ങൾ ആരെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് അത് എനിക്ക് പ്രാന്തായി, ഞാൻ ക്രേസിയാണ്, അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് അതിന്റെ പ്രേതം പൊസസ് ചെയ്തു. ചിലർക്ക് ഡെവിലിനെ ആൾക്കാർ കുറെ ആൾക്കാർ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ ഡെവിൽ വർഷിപ്പേഴ്സ് അതേപോലെ തന്നെ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടല്ലോ അത് പൊസസ് ചെയ്തു, ഗോസ്റ്റ് പൊസസ് ചെയ്തിട്ടാണ് ഇവർ ഇത് ഇവർക്ക് അനങ്ങാൻ പറ്റാത്തത് എന്നൊക്കെ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇസ് ആക്ച്വലി മെഡിക്കൽ കണ്ടീഷനാണ് ഈ സ്ലീപ്പ് പാരാലിസിസ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്നത്തെ മെയിൻ നമ്മളൊരു ചർച്ച പറഞ്ഞിട്ടുള്ളത്. മാത്രല്ല ഈ ഒരു നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യണ നമ്മളെ ബ്രെയിൻ അത്രയും പവർഫുൾ ആണ് നമ്മൾ ആലോചിക്കണം. കൂടുതൽ എന്തായാലും നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട എന്തായാലും ബ്രെയിനിന്റെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഗോസ്റ്റ് ആയിട്ടും കുറെ സ്റ്റോറീസ് ഉണ്ട്. ബ്രെയിൻ അത്രയും എഫിഷ്യന്റ് ആണ് ബ്രെയിൻ. കാരണം ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ആലോചിക്കണം എത്രത്തോളം നമ്മളെ ബ്രെയിൻ അടിപൊളിയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അതാണ് ഇങ്ങനെ ഒരു കാര്യം. അപ്പൊ ഇങ്ങനത്തെ കുറെ ടൈപ്പ് ഓഫ് റിയൽ ലൈഫ് സ്റ്റോറീസും അതേപോലെ തന്നെ എന്താ പറയാ ലൈക്ക് നമ്മൾ ബേസിക്കലി നോക്കുന്ന റിയൽ ലൈഫ് സ്റ്റോറീസ് അതിലൂടെ നമുക്ക് കുറെ ലെസൺസ് ആണ്. കാരണം കുറെ ഫിക്ഷണൽ സ്റ്റോറീസ് കേട്ടിട്ട് നമുക്കൊന്നും പഠിക്കാനില്ലാത്തത്. പക്ഷെ ഇങ്ങനത്തെ റിയൽ ലൈഫ് സ്റ്റോറീസ് കേൾക്കുമ്പോഴാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നതും അതിനനുസരിച്ച് നമുക്ക് എന്താ പറയാ ലൈഫിൽ ഓരോന്ന് ചെയ്യാൻ പറ്റുന്നതും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ഗൈസ്, താങ്ക് യു. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണുന്നെങ്കിൽ hit the bell icon. പിന്നെ ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കമന്റിൽ അറിയിക്കുക. ഓക്കെ, ഷെയർ ചെയ്യാലോ. ഓക്കെ. She left her body and hovered above me. I saw no shadow. I looked around, searched every building and home that I found. I saw no shadow, but felt a glow. The warmth inside me kept me afloat. It felt like heaven.